പരിശുദ്ധാത്മാവ്. നമ്മൾ ആരാധിക്കേണ്ടത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 4 പറയുന്നു, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ആത്മാവാണ്. ആത്മാവിലും സത്യത്തിലുമാണ് നാം ആരാധിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8. ലൂക്ക 1:35 നമ്മൾ എപ്പോഴും ഉരുവിടുന്നതാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്തിമേന്റെ ശക്തി നിന്റെ മേലാവസിക്കും. ഈ പരിശുദ്ധാത്മാവ്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മകൻ, മകൾ, ഒരു ദൈവ പൈതൽ മുന്നോട്ട് നീങ്ങുമ്പോൾ വലത്തു നിന്നും ഇടത്തു നിന്നും ഇതാ നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്ന ഒരു സ്വരം. ഇതാണ് വഴി, ഇതിലേക്ക് പോവുക. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോഴും ഇതാ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേക്ക് പോവുക. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാത്തതാണ് എല്ലാ നിരാശകൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം കാരണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രത്യുത്തരമായിട്ട് അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അപ്പാ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നിൽ സ്നേഹം നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നിൽ ക്ഷമ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നിൽ സന്തോഷം നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് കാരുണ്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് ദൈവികമായ സ്നേഹം നൽകുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നിൽ വരങ്ങളും കൃപകളും നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ജീവിതത്തിലെ ആത്മാവിന്റെ ഫലങ്ങൾ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നിൽ നന്മ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. വിശുദ്ധി നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകണം. ഈ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കണം, പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ സ്വന്തം. ഒരിക്കൽ കൂടെ പറയാം, പരിശുദ്ധാത്മാവേ, 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 അങ്ങ് എൻ്റെ സ്വന്തം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ സ്വന്തം. പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ സ്വന്തം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.